ഖബറെന്ന് പറയുന്ന ലോകം നിനക്ക് വരാനുണ്ട് കുഞ്ഞുമോനെ. മദ്യത്തിന്റെ അടിമകളായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ, മദ്യത്തിന്റെ അടിമകളായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലാ യശ്റബുൽ ഖംറ. ആരെങ്കിലും അന്ത്യദിനം കൊണ്ടും പരലോകം കൊണ്ടും വിശ്വസിക്കുന്നവനാണെങ്കിൽ വലാ യശ്റബുൽ ഖംറ, അവൻ മദ്യം കഴിക്കില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. മദ്യത്തിന്റെ വലുതായാലും ചെറുതായാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിയാമത്തിന്റെ ഏറ്റവും അടുത്ത അടയാളങ്ങളിൽ പറഞ്ഞൊന്നാണ്, അവർ മദ്യം കഴിക്കും. അവസാനം എന്റെ ഉമ്മത്തുകളിലുള്ള ആളുകൾ മദ്യം കഴിക്കും. പക്ഷെ മദ്യത്തിന്റെ പേരിലല്ല കഴിക്കുന്നത്, അതിന് പുതിയ പുതിയ പേരുകൾ കൊടുക്കും. ബീറെന്ന് കൊടുക്കും, വേറെ പലതും കൊടുക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മദ്യപാനിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചു അസ്ലമി ഈ പറഞ്ഞ വാക്കിൽ എതിരായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ അന്തിമ വിജയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കലാണ്. ചില ആളുകളുടെ പ്രത്യക്ഷമായിട്ട് കേൾക്കും, ചില ആളുകളുടെ കേൾക്കൂല. നല്ലവരാണെങ്കിൽ ഉള്ളിൽ നിന്ന് പറയാനുള്ള ഒരു ആത്മബോധം അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കും. പക്ഷേ മദ്യപാനിയായ മനുഷ്യൻ ഒരിക്കലും കലിമ ചൊല്ലിയിട്ടും മരിക്കാൻ പറ്റൂല. കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാരഥന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ, ആധുനിക ലോകത്ത് ഇന്ന് ജീവിക്കുന്ന ഹദീസിന്റെ പ്രഗത്ഭന്മാരായ ദക്തൂർ മുസ്തഫൽ ഖാദിയെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ എഴുതി വെക്കുന്നു, പാൻപരാഗടക്കമുള്ള ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തു കഴിക്കുന്നവനിക്കും കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റില്ല. പടച്ചോനെ കാക്കണമേ തമ്പുരാനെ. വകുല്ലു മുസ്കരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമ് തന്നെയാണെന്നുള്ള ഹദീസിനെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടാണ് ദക്തൂർ ഖാദി മുസ്തഫയെ പോലുള്ള ആളുകൾ എഴുതിയിരിക്കുന്നത്. വേറൊന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മരിച്ചുകൊണ്ട് ഖബറിലോട്ട് വെക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും മുഖമതാ പരിശുദ്ധമായ കിബിലയിലേക്ക്, കഅബയിലേക്ക് തിരിച്ചുകൊണ്ടാണ് അവന്റെ മുഖം വെക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, കോട്ടിക്കുളത്ത് മദ്യപിക്കുന്നവരില്ല എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം വേറൊന്നുകൊണ്ടല്ല, ഇവിടെ സിദ്ദീഖ് ദാരിമിയുടെ ഇസ്ലാമിക പ്രവർത്തനം ഒരുപക്ഷെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും. ഞാൻ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നു, കോട്ടിക്കുളത്ത് മദ്യപിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ നാടിന് സമീപത്ത് ഏതെങ്കിലും മദ്യപാനിയായ ചെറുപ്പക്കാരുണ്ടെങ്കിൽ, വെള്ളമടിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ബീറ് കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ആ ചെറുപ്പക്കാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവനെ മറവ് ചെയ്തതിന് ശേഷം അന്നത്തെ രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു 5 or 6 പേർ പോവുക. എന്നിട്ട് മെല്ലെയൊന്ന് ഖബർ നിങ്ങൾ മാന്തി നോക്കുക മക്കളെ. ആ ഖബറിന്റെ മുഖമുള്ള ഭാഗം മാത്രം നിങ്ങളൊന്ന് മാന്തുക. മണ്ണെല്ലാം മാന്തിയിട്ട് ആ മുഖമുള്ള ഭാഗത്തുള്ളൊരു കല്ലെടുത്ത് നോക്കുക. എന്നിട്ട് അവന്റെ ഖബറിൽ അവന്റെ വെച്ചിരിക്കുന്ന കിബിലയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നവന്റെ മുഖമുണ്ടല്ലോ, ആ മുഖമതാ കിബിലക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ താജുൽ ആരിഫീൻ പോലുള്ള തസവ്വുഫിന്റെ കിതാബുകളിൽ പറയുന്നു. മദ്യപാനിയെ അല്ലാഹുവിന്റെ റസൂൽ വെറുത്താളാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയവനാ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവനാ. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅനല്ലാഹ്
അല്ലാഹു ശപിച്ചിരിക്കുന്നു. ശാരിബൽ ഖംർ, മദ്യപാനിയെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. മദ്യപാനിയായ ഒരിക്കലും കിബിലയിലോട്ട് തിരിഞ്ഞിട്ട് കടക്കാൻ കഴിയില്ല. അത് മുഅ്മിനീങ്ങളെ ആ കിബിലയിലേക്ക് തിരിക്കാനുള്ള അധികാരമുള്ളൂ. മുഅ്മിനീങ്ങളുടെ മാനുഷികമായ മുഅ്മിനീങ്ങളുടെ അവകാശമാ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു കിടക്കുക. അല്ലാഹുവിന്റെ വീട്ടിലോട്ട് തിരിഞ്ഞു കിടന്നവനുണ്ടല്ലോ, അങ്ങോട്ട് തിരിച്ചു കിടത്തിയവനുണ്ടല്ലോ. അങ്ങോട്ട് തിരിച്ചു കിടത്തിയവനെ അല്ലാഹുവിന്റെ മലക്കുകൾ ശ്രദ്ധിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പൊന്നുമോനെ, മദ്യപാനിയായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ പറയണം. അള്ളാന്റെ കോപത്തിന് വിധേയരായവരാ, അള്ളാന്റെ റസൂലിന്റെ കോപത്തിന് വിധേയരായവരാ. ചെറുപ്പക്കാരെ, ഒരു തമാശക്ക് പോലും മദ്യം കഴിക്കല്ലേ. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫലാ യജ്ലിസു അലാ മാഇദതി യശ്റബുൽ അലൈഹി യശ്റബുൽ ഖസ്റുബുൽ ഖമൂർ ഫലാ യജ്ലിസു അലാ മാഇദതി യശ്റബു അലൈഹിൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൻ ഇരിക്കണ്ട എന്ന് മാത്രമല്ല, കുടിക്കണ്ട എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഏതെങ്കിലും മദ്യം വിളമ്പുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോലും അവൻ പോകാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ബാർ അറ്റാച്ച്മെന്റുള്ള ഹോട്ടലിൽ താമസിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ബാർ സംവിധാനമുള്ള ഹോട്ടലുകളിൽ ഷെയർ എടുക്കാതിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലക്കാരാ, എനിക്കറിയാം, ബോംബെയിൽ KMCC സംഘടിപ്പിച്ച വാർഡ് പരിപാടിയിൽ പ്രസംഗിക്കാൻ പോയ ആളാ. ഞാൻ പറയുന്നില്ല, കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രമാണിയായ ആൾക്കൊരു 3 ഹോട്ടലുണ്ട്. ഒരുപക്ഷെ പേര് പറയാതിരിക്കുന്നത് കൊണ്ട് വല്ല ഉപകാരമൊന്നുമില്ല. അയാൾ 3 ഹോട്ടലിലും ബാർ സംവിധാനമുള്ളതാ. ഞാൻ ചോദിക്കുന്നേടാ, വൃത്തികെട്ടവരെ, നീ എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്? ഇതെല്ലാം ഈ സമ്പത്തെല്ലാം നിനക്ക് എങ്ങോട്ടാ കൊണ്ടുപോകാൻ കഴിയുന്നത്? നിന്റെ റൂഹ് പിടിക്കുന്ന സമയം വരെയല്ലേ നിനക്കിതൊക്കെ ഉപകരിക്കും പൊന്നുമോനെ. പിന്നെ നാഥനോട് നീ എനിക്ക് കുഴക്കും, അല്ലാഹുവിനോട് കണക്ക് പറയണ്ടേ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്ന, പൊന്നുമോനെ, മദ്യപിക്കല്ലേ പൊന്നുമോനെ, മദ്യപിക്കുന്നവരുടെ അടുത്തേക്ക് പോകല്ലേ പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സുഖമില്ലാതിരുന്നാൽ, ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവൻ മുസ്ലിമാണോ, അവന്റെ ഗ്രൂപ്പ് നിങ്ങൾ നോക്കണ്ട, അവന്റെ വിഭാഗം നിങ്ങൾ നോക്കണ്ട. അവൻ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവനാണോ, അവൻ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവനാണോ? അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മദ്യപാനിയായ ചെറുപ്പക്കാർ, ഇവിടെ ഏതാ കോട്ടിക്കുളത്തിന്റെ തൊട്ടടുത്തുള്ള മഹലിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന് സങ്കൽപ്പിക്കുക. വല്ലാതെ തണ്ണിയുടെ വെള്ളത്തിന്റെ അടിമയായ ചെറുപ്പക്കാരനാ. അവനിങ്ങനെ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് അവന്റെ ഒരു കാലിങ്ങനെ മുറിച്ചു മാറ്റിയിരിക്കുകയാ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയ അവസ്ഥയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പൊന്നുമോനെ, ആ മദ്യപാനിയായ മനുഷ്യൻ എത്ര വലിയ സന്നിഗ്ധ ഘട്ടത്തിലായാലും അവനെ നീ സന്ദർശിക്കാൻ പോവണ്ട. ഇത് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. മദ്യപാനി രോഗിയായാൽ സന്ദർശിക്കണ്ട എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് പൊന്നുമോനെ. എത്ര വലിയ പാതകങ്ങൾ ചെയ്തവരായാലും അല്ലാഹുവിന്റെ റസൂൽ അവരോട് വെറുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ കൈയൊഴിഞ്ഞിട്ടില്ല. പക്ഷേ മദ്യപാനികൾ കൈയൊഴിഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ ശാപം കിട്ടുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ശാപം വരുന്നതിനെ തൊട്ട് ജാഗ്രത പാലിക്കണം ചെറുപ്പക്കാരെ. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ വലിയ സിംഹാസനങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുന്നു, പെങ്ങളെ, ഭർത്താക്കന്മാര് വീടുകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ, ആ വീടിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അപ്പുറത്തുള്ളവരുടെ വീട്ടിനേക്കാൾ വലിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന പൊന്നുമോളെ, നിന്റെ ശരീരമുണ്ടല്ലോ, ഖബറിലോട്ട് പോകണ്ടേ? ആ ഖബറിലോട്ട് നിന്റെ ശരീരം വെച്ച് കഴിഞ്ഞാൽ
എങ്ങനെയുള്ള കബറാണ് പൊന്നുമോളെ. ചിതലും പുഴുക്കളും പാവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാതിൽ റേഷൻ വേണ്ടുപോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. എങ്ങനെയുള്ള കബറാണെന്നറിയുമോ മക്കളെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുന്ന പൊന്നുമോളെ, എങ്ങനെയുള്ള കബറിലോട്ടാണ് നീ പോകേണ്ടത്? അല്ലാഹു തആല നിനക്ക് തന്നിരിക്കുന്ന സുന്ദരമായ ശരീരമുണ്ടല്ലോ. വാദിന്റെ സദസ്സിലോട്ട് വരുന്ന പെങ്ങന്മാർ, വാദിന് വേണ്ടി വരുന്ന പെങ്ങന്മാർ പർദ്ദയണിഞ്ഞിട്ട് വരുന്നുണ്ട്, മഫ്തയണിഞ്ഞിട്ട് വരുന്നുണ്ട്, നിഖാബണിഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിഖാബണിഞ്ഞ് വരുന്ന പെങ്ങന്മാരുണ്ടല്ലോ, കല്യാണത്തിന്റെ സദസ്സുകളിലോട്ട് പോയാൽ, ജേഷ്ഠത്തിയുടെ മകളുടെ കല്യാണം ഉണ്ടാകുമ്പോൾ, ആങ്ങളയുടെ കല്യാണം ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ പോവുകയാണ്, കാഞ്ഞങ്ങാടേക്ക് പോവുകയാ. എന്തിനാ പോകുന്നത്? കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ ചെന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറിലേക്ക് ചെന്നു. ആ ബ്യൂട്ടി പാർലറിലേക്ക് ചെന്നുകൊണ്ട് അല്ലാഹു തആല തന്നിരിക്കുന്ന മുഖമുണ്ടല്ലോ, ആ മുഖത്തെയെല്ലാം ഫേഷ്യൽ ചെയ്തുകൊണ്ട് ഭംഗിയാക്കുന്ന പൊന്നുമോളെ. അടുത്ത കാലത്ത് എന്തൊരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ, ഓരോ 3 മാസം പോകുമ്പോൾ, ഓരോ 3 മാസം കഴിയുമ്പോഴും 5000 രൂപയിലേറെ കൊടുക്കണം. എന്തിനാണ് ഭാര്യക്ക് കൊടുക്കുന്നതെന്നല്ലേ? തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ ചെന്നുകൊണ്ട് മുഖമൊന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി, മുഖം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് 1000 ചെലവഴിക്കുന്ന പെങ്ങളെ, ഈ മുഖങ്ങളെല്ലാം ഭംഗിയാക്കിക്കൊണ്ട് കല്യാണത്തിന്റെ സദസ്സുകളിലോട്ട് പോകുമ്പോൾ അന്യപുരുഷന്മാര് കാണാൻ വേണ്ടി കണ്ണിന്റെ താഴ്ഭാഗത്ത് ഐലൈനർ വരച്ചുകൊണ്ട്, കണ്ണിന്റെ ഇവകളെല്ലാം മസ്കാര ചെയ്തുകൊണ്ട്, കണ്ണിന്റെ ത്രെഡുകളെല്ലാം പുരികങ്ങളെല്ലാം ത്രെഡ് ചെയ്തുകൊണ്ട് വല്ലാതെ ഭംഗിയാക്കുന്ന പെങ്ങളെ, ആ സുന്ദരമായ നിന്റെ ശരീരമുണ്ടല്ലോ, കബറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയട്ടെ, ആരെങ്കിലും ആ കബറൊന്ന് തുറന്നു നോക്കാൻ തയ്യാറാകുമോ? ഇത് വെറുതെ പറയുന്നതല്ല ചെറുപ്പക്കാരെ, നമ്മുടെ എല്ലാം അവസ്ഥ ഇങ്ങനെയാണ്. പൊന്നുമോനെ, മരണപ്പെട്ടുകൊണ്ടൊരു 3 ദിവസം നാം കഴിഞ്ഞാൽ ആ കബറിന്റെ മീസാക്കല്ലെന്ന് പൊരിച്ചുകൊണ്ട് ആ മണ്ണങ്ങോട്ട് മാറ്റാൻ തയ്യാറാകുമോ പൊന്നുമോനെ? ആ മണ്ണങ്ങോട്ട് മാറ്റിയാൽ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്ന പാകകല്ലുണ്ടല്ലോ, ആ പാകകല്ലിങ്ങോട്ട് നീ നീക്കാൻ തയ്യാറുണ്ടോ? നിന്റെ മുഖത്തൊന്നും മാസ്ക് കെട്ടുക. മാസ്ക് കെട്ടാതെ കബറ് തുറന്നാൽ ഒരുപക്ഷേ ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല മക്കളെ. അങ്ങനെ കബറൊന്ന് തുറന്നു നോക്കിയാൽ എവിടെയാ പൊന്നുമോളെ നിന്റെ സുന്ദരമായിട്ടുള്ള മുഖം അവിടെ കാണൂല. 1000 ചെലവഴിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ ചെന്നുകൊണ്ട് ഫേഷ്യൽ ചെയ്ത മുഖം അവിടെ കാണൂല പെങ്ങളെ. ലിപ്സ്റ്റിക് പുരട്ടിയ നിന്റെ ചുണ്ടവിടെ കാണൂല. മസ്കാര ചെയ്തിരിക്കുന്ന കണ്ണിന്റെ ഇവകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും പെങ്ങളെ. ലിപ്സ്റ്റിക് പുരട്ടിയ ചുണ്ടുകളെല്ലാം അവിടുന്ന് പുഴുക്കൾ കടിച്ചു മുറിച്ചിട്ടുണ്ടാകും പൊന്നുപോലെ. എന്നിട്ടതാ നിന്റെ പല്ലിങ്ങനെ പുറത്തോട്ട് തള്ളിരിക്കുന്നത് കാണാം. നിനക്കത് മനസ്സിലാകണമെങ്കിൽ ഒന്ന് വീട്ടിലോട്ട് ചെല്ലുക, വീട്ടിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് നിന്റെ ചുണ്ട് താഴ്ഭാഗത്തെ ചുണ്ട് താഴോട്ട് വലിക്കുക, മുകളിലത്തെ ചുണ്ട് മുകളിലോട്ട് വലിക്കുക. എന്നിട്ട് നീ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയാൽ ചുണ്ടില്ലാത്ത നിന്റെ പല്ലുണ്ടല്ലോ പുറത്തോട്ട് തള്ളിരിക്കുന്നത് കാണാം. നിന്റെ സുന്ദരമായ ശരീരമുണ്ടല്ലോ പെങ്ങളെ, ആ
അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുക്കപ്പെട്ട നിന്റെ ശരീരമുണ്ടല്ലോ, എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് റബ്ബിന്റെ റസൂൽ പ്രാർത്ഥിച്ച നിന്റെ ശരീരമുണ്ടല്ലോ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, പൊന്നുമോളെ, കോട്ടിക്കുളത്തിന്റെ നാട്ടും പ്രദേശത്തോ അകത്തടങ്ങളിലോ എവിടെയെങ്കിലും ഒരു പോത്ത് ചത്തുപോയാൽ, ഒരു മൂരി ചത്തുപോയാൽ, ഒരു 2 ദിവസം കഴിയട്ടെ, 3 ദിവസം കഴിയട്ടെ, ആ ചത്ത് ശവമായി പോയ പശുവുണ്ടല്ലോ, മൂരിയുണ്ടല്ലോ, പോത്തുണ്ടല്ലോ, അതിന്റെ ശരീരത്തേക്ക് നിങ്ങളൊരു വടിയെടുത്തുകൊണ്ട് കമ്പെടുത്തുകൊണ്ട് കുത്താൻ തയ്യാറുണ്ടോ? ആ കമ്പതിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയ ആ കൊമ്പെന്ന് വലിക്കുമോ മക്കളെ? ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ പാമ്പിന്റെ ആകൃതിയിലുള്ള വലിയ കറുത്ത പുഴുവുണ്ടല്ലോ പുറത്തോട്ട് വരുന്നത് കാണാം. എങ്ങനെയാണ് അല്ലാഹു തആല അതിന്റെ അകത്തണത്ത് അതിനെ സംവിധാനിക്കപ്പെട്ടത് അറിയൂല. പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ ശരീരമുണ്ടല്ലോ പെങ്ങളെ, ആ കബറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെയതാ വലിയ വലിയ പുഴുക്കൾ വന്നുകൊണ്ട് നിന്റെ ശരീരം ഇങ്ങനെ കാർന്ന് 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 തിന്നുകയാ. നിന്റെ ലിപ്സ്റ്റിക് പുരട്ടിയ ചുണ്ടവിടെ ഉണ്ടാവില്ല, ചുണ്ടില്ലാത്ത നിന്റെ മുഖം കാണാൻ എന്ത് ഭംഗിയാണുണ്ടാവുക പൊന്നുപോലെ, എന്ത് ചന്തമാണുണ്ടാവുക പൊന്നുപോലെ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് പറയുന്നു, അന്യപുരുഷന്മാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ചുണ്ട് ചുമപ്പിക്കുന്ന പൊന്നുമോളെ, അന്യപുരുഷന്മാർ ആകർഷിക്കാൻ വേണ്ടി ശരീരം ഭംഗിയാക്കുന്ന പെണ്ണുകളെ, പണ്ടുകാലങ്ങളിലൊക്കെ മുസ്ലിം പെങ്ങന്മാർ പർദ്ദ ധരിക്കാറുണ്ട്. കാസർഗോഡുള്ള പ്രായമുള്ള പെണ്ണുകളുണ്ടല്ലോ, 10 കൊല്ലം മുന്നേ ജീവിച്ച പെങ്ങന്മാരുണ്ടല്ലോ, അവർ പർദ്ദ ധരിച്ചിരിക്കുന്ന പെങ്ങന്മാരാ, അവർ നിഖാബ് ധരിച്ചിരിക്കുന്ന പെങ്ങന്മാരാ, അവർ ബുർഖ ധരിച്ചിരിക്കുന്ന പെങ്ങന്മാരാ. പക്ഷെ അതെല്ലാം ഇന്ന് മാറിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ മക്കളെ, ആരെ കുറിച്ചിട്ടാ പറഞ്ഞത്? ആധുനിക ലോകത്ത് ജീവിക്കുന്ന പെങ്ങന്മാര് പർദ്ദകൾ നിന്ന് കൊടുത്തയച്ചാൽ, ആങ്ങളമാര് കൊടുത്താൽ, ഭർത്താവ് കൊടുത്താൽ, അതാ മക്കൾ ചെന്നുകൊണ്ട് പർദ്ദവുമായി കടച്ചാൽ, അയച്ചു കൊടുത്താൽ, ആ പർദ്ദയതാ തൊട്ടടുത്ത ടൈലറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാ. എന്നിട്ടതാ പർദ്ദ ടൈറ്റ് ചെയ്യുകയാ. 4ഉം 5ഉം 6ഉം പ്രസവിച്ച പെണ്ണുങ്ങൾ പോലും പടച്ച തമ്പുരാനെ, അവളെങ്ങനെയായി പർദ്ദന്റെ ഉള്ളിൽ കയറി കൂടിയത് എന്ന് പോലും സങ്കല്പിച്ചു പോകും. അത്രമാത്രം ടൈറ്റായിട്ടുള്ള പർദ്ദകളായിരുന്നത്, അത്രമാത്രം ആകാര സൗഷ്ഠതയുള്ള പർദ്ദയാണ് പെണ്ണുങ്ങൾ ഇടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ പൊന്നുമോളെ, ശരീരത്തെ ആകർഷിപ്പിക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. ഈ ശരീരം ഖബറിലോട്ട് വെക്കുമ്പോൾ, ഈ ശരീരം ഖബറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ വന്നുകൊണ്ട്, പാമ്പുകൾ വന്നുകൊണ്ട്, തേളുകൾ വന്നുകൊണ്ട് നിന്റെ ശരീരം കടിച്ച് കടിച്ച് തിന്നുകയാണ്. പ്രിയപ്പെട്ട